സോ നമുക്കറിയാം നെതർലാൻഡ്സ് ശക്തരായൊരു ടീം തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വേൾഡ് കപ്പ് പ്രഡിക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് യോക്കിം ക്ലെമൻ്റ് എന്ന് പറയുന്ന ആൾക്ക് പ്രഡിക്റ്റ് ചെയ്തത് നെതർലാൻഡ്സ് കപ്പ് പോക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തമായ ടീമിനെതിരെയാണ് ജപ്പാൻ മത്സരിക്കുന്നത്. അതും ഏഷ്യയിൽ നിന്നുള്ളൊരു ടീമാണ്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ജപ്പാൻ്റെ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ നോക്കിക്കാണുന്നൊരു സംഭവം തന്നെയാണ്. ആലോചിക്കണം, ജപ്പാൻ 2022 വേൾഡ് കപ്പിന് ശേഷം ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നു, സ്പെയിനിനെ പരാജയപ്പെടുത്തുന്നു, അതിനുശേഷം ഒരുപാട് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് കളിക്കുന്നു. ബ്രസീൽ, ഇംഗ്ലണ്ട്, ടർക്കി, ടെനീഷ്യ എന്നിങ്ങനെ യൂറോപ്പിലെ തന്നെ മികച്ച ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് ജപ്പാൻ ഒരു റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ കണ്ടു നെതർലാൻഡ്സ് ബ്രില്യൻ റണ്ണെന്ന് തന്നെ പറയാം. പക്ഷേ ജപ്പാൻ്റെ ഒരു ഫുട്ബോൾ എവല്യൂഷൻ അതെങ്ങനെയാണെന്നുള്ളത്, കാരണം ഏഷ്യൻ ടീമാണ്, യൂറോപ്യൻ ടീമല്ല. പക്ഷേ ആ ഒരു ഫുട്ബോൾ എവല്യൂഷൻ എങ്ങനെയാണ് ജപ്പാൻ്റെ? ഈ ജപ്പാൻ നെതർലൻഡ്സിനെ സമനിലയിൽ പിടിച്ചതിൽ ഞെട്ടാനൊന്നുമില്ല. നമ്മളെ പറക്കു നൽകിയ അതിശേഷമൊക്കെ പറയില്ലേ, എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ. കാരണം ഇത് ആദ്യമായിട്ടല്ല ഞെട്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 2019 ശേഷമുള്ള മത്സരങ്ങൾ എടുത്താൽ 10 യൂറോപ്യൻ ടീമിനെതിരെ ജപ്പാൻ കളിച്ചതിൽ 8ലും വിജയമാണ്. അത് 8 ടീമുകൾ ആരൊക്കെയെന്ന് കൂടി നോക്കാം. 2022 വേൾഡ് കപ്പിൽ ജർമ്മനി, സ്പെയിന്, പിന്നീട് ജർമ്മനിയെ അവരുടെ നാട്ടിലാണോ ഒമാണോ ഇവൻ കമ്മീഷൻ ഉണ്ട്, എന്തായാലും 4-1 വിജയം ജർമ്മനിക്കെതിരെ. ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മനി ഏറ്റവും പ്രതീക്ഷയോടെ എത്തിച്ച കോച്ചിൻ്റെ പണി പോകുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നീട് ഇംഗ്ലണ്ടിനെതിരെ മികച്ച റെക്കോർഡുണ്ട്. അങ്ങനെ യൂറോപ്പിലെ എല്ലാവരെയും പോയിട്ട് ജപ്പാൻ അടിച്ചിട്ടുണ്ട്. ഇന്നലെ ഡച്ച് കോച്ച് മത്സരശേഷം അത് പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ ഈ ജപ്പാൻ അങ്ങനെ കുറച്ച് കാണരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ വരിക, നിങ്ങൾക്ക് ജപ്പാനോട് എന്താണ് സമനില കുടുങ്ങിയെന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഡച്ച് കോച്ച് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ജപ്പാനെ ഫുള്ളായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ ജപ്പാൻ എങ്ങനെ ഇത്ര സെറ്റപ്പായി എന്ന് ചോദിച്ചാൽ അതൊരു നീണ്ട കഥയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 1980-കളിലൊന്നും ജപ്പാൻ ഒരു വലിയ ഫുട്ബോളിംഗ് നേഷൻ അല്ല. ഒരു ഇന്ത്യയൊക്കെ പോലെ ഉള്ളൊരു ഏഷ്യയിലെ ഒരു കൺട്രി മാത്രമാണ്. ഫുട്ബോളിനേക്കാൾ പോപ്പുലറായ ഗെയിമുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കൻ ബേസ്ബോൾ ജപ്പാനിൽ അത്യാവശ്യം ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ 80-കളിലാണ് ക്യാപ്റ്റൻ സിബോസ എന്ന് പറയുന്നൊരു കാർട്ടൂൺ അനിമേ സീരീസ് അവിടെ ഇറങ്ങുന്നത്. ഒരു ജപ്പാനിലെ ഒരു കുട്ടി, ഇങ്ങനെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി വരുന്നു. ആ കുട്ടി ഒരു ബ്രസീലിയൻ കോച്ചിനെ പരിചയപ്പെടുന്നു, പിന്നീട് ലോകകപ്പ് ജയിക്കുന്നു. അതാണ് ആ ഒരു കാർട്ടൂണിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ആ കാർട്ടൂണാണെങ്കിൽ വേൾഡിൽ എല്ലായിടത്തും ഫേമസ് ആണ്. ഇപ്പോൾ മെസ്സി, എംബാപ്പെ ഒക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും സ്വാധീനിച്ച ഒന്നാണ് ഈ കാർട്ടൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാർട്ടൂൺ ഒരുപാട് കുട്ടികളെ പ്രചോദിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 1993 ജപ്പാൻ ജെ ലീഗ് തുടങ്ങുന്നത്. ഇന്നത് ഭയങ്കര സംഭവമാണ്. വേൾഡിലെ പല പ്രമുഖ കോച്ചുമാരൊക്കെ ജെ ലീഗിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. പല താരങ്ങളും ജപ്പാനിൽ കളിക്കാൻ പോകും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ജെ ലീഗ് തുടങ്ങുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ISL ഒക്കെ തുടങ്ങി നിർത്തി, നമുക്കൊരു പാടാണ്. ആ ജെ ലീഗ് തുടങ്ങുന്നതിന് ശേഷമാണ് ജപ്പാൻ ഫുട്ബോളിൻ്റെ ഒരു വളർച്ച തുടങ്ങുന്നത്. 1998 അവർ ആദ്യമായിട്ട് ലോകകപ്പിന് വരുന്നത്. പിന്നീട് അവിടുത്തെ ഫുട്ബോൾ വളർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. 2002 അവരാണ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പിന്നീടുള്ള എല്ലാ ലോകകപ്പിലും നമ്മൾ ജപ്പാനെ കാണുന്നുണ്ട്. ഒരു ലോകകപ്പും അവർ മിസ്സായിട്ടില്ല. അതിൽ തന്നെ നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏഷ്യയിൽ നിന്ന് എന്തായാലും നമുക്ക് ഉറപ്പുണ്ടാകും എന്ന് പറയുന്നൊരു ടീമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഒരു വേൾഡ് കപ്പും അവർ മിസ്സാക്കിയിട്ടില്ല. 2006, 10, 14 തന്നെ അവരെ ഗ്രാഫ് കൂടി വരികയാണ്. 2022 അതിൻ്റെ ഒരു പീക്ക് നമ്മൾ കണ്ടത്. 2 യൂറോപ്യൻ ടീമിനെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജപ്പാൻ്റെ പിന്നെ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഭയങ്കര മാറ്റമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അവിടുത്തെ ഒരു ഫുട്ബോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പീക്കിലുള്ളത് സ്കൂൾ ലെവലിലാണ്. സ്കൂൾ ലെവലിലുള്ള ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഗാലറിയിലേക്ക് വരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഫുട്ബോൾ നമുക്കറിയാം. അപ്പോൾ അവിടെ ജെ ലീഗിൽ കോൺട്രാക്റ്റ് കിട്ടിയ പല കളിക്കാരും അതിനേക്കാൾ ബെറ്റർ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതാണ് തങ്ങളുടെ ഫുട്ബോൾ കരിയറിന് നല്ലതെന്ന് വിചാരിച്ചിട്ട് ജെ ലീഗ് കോൺട്രാക്റ്റ് ഉള്ള ആളുകൾ പോലും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കൾച്ചർ അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജപ്പാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് മേഖലയിലായാലും ഒരു ജപ്പാൻ സ്റ്റൈലുണ്ട്. അത് എന്ത് കാര്യത്തിൽ, ഇപ്പോൾ ടെക്നോളജി ആയാലും നമുക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. അതുപോലെ തന്നെ ഈ ഫുട്ബോളിലും അതിലൊരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അത് കളിയിലും ഗ്രൗണ്ടിലും മാത്രമല്ല, അവരുടെ കളിക്കളത്തിന് പുറത്തുള്ള പെരുമാറ്റത്തിൽ പോലും ഉണ്ട്. അപ്പോൾ അവരുടെ മത്സരങ്ങൾക്ക് ശേഷം ഗാലറി ക്ലീൻ ആക്കുന്ന ജപ്പാൻ ആരാധകരെ നമ്മൾ കാണുന്നു. ഇന്നലെയും സെയിം സംഭവമുണ്ട്. പിന്നെ അവർ മത്സരങ്ങൾക്ക് ശേഷം അവരുടെ അവരുടെ ഡ്രസ്സിംഗ് റൂം വളരെ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടാണ് അവർ ആ സ്റ്റേഡിയം വിടാൻ പ്ലേയേഴ്സ് അടക്കം പറയുന്നത്. അതായത് ഒരു ആകെ മൊത്തം ജപ്പാൻ്റെ ഒരു കൾച്ചർ കാണാം. പിന്നെ അവരുടെ ജേഴ്സിയിൽ പോലും ഉണ്ട്. ഇപ്പോൾ ജപ്പാൻ്റെ നമുക്കൊക്കെ അറിയാം ഒരു പേപ്പർ ആർട്ട് ഉണ്ട്, ഒറിഗാമി എന്ന് പറയുന്നത്. അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് അവരുടെ ജേഴ്സിയിലുള്ള. അങ്ങനെ ആകെ മൊത്തം ജപ്പാൻ അവരുടെ ഒരു പൈതൃകം, ട്രഡീഷൻ, കൾച്ചർ, അവരുടെ ഒരു പ്രൊഫഷണലിസം എല്ലാം കൂടി ചേർന്നതാണ് ജപ്പാൻ ഫുട്ബോളിൻ്റെ ഇന്നത്തെ വളർച്ച. അതുപോലെ തന്നെ അവരുടെ വനിതാ ടീമും അങ്ങനെ തന്നെയാണ്. 2012 വേൾഡ് ചാമ്പ്യൻസാണ് ജപ്പാൻ വനിതകൾ. ഇന്ത്യക്കായിട്ട് കളിക്കുമ്പോൾ പലപ്പോഴും ഹോക്കി സ്കോറാണ് ജപ്പാൻ വനിതകൾ തരാറുള്ളത്. 11-0, 12-0 ഒക്കെ മാച്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് ഇന്ത്യയോടൊക്കെ
ഇന്ത്യയൊക്കെ കട്ടക്ക് നിന്നിരുന്നൊരു ടീമായിരുന്നു ജപ്പാൻ. അപ്പോൾ ജപ്പാൻ്റെ ഒരു വളർച്ചയിൽ നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ ഇന്ത്യൻ ടീമിന്, അതായത് സഫാൻക പറയുന്ന ഇതാണ്, മീഡിയ ഫസ്റ്റ് ജപ്പാനെ സ്വാധീനിച്ചു, അതിനുശേഷം ഡൊമസ്റ്റിക് ലീഗാണ് അതിനെ സ്വാധീനിച്ചത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നം ഈ ഒരു ഡൊമസ്റ്റിക് ലീഗ്, ഈ സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഇന്നലെ ജപ്പാൻ്റെ കോച്ച് ഹജിമെ മുറിയാസു, അദ്ദേഹം ആ ഒരു പ്രസ് കോൺഫറൻസ് നടന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ആദ്യം ജപ്പാൻ്റെ ജേർണലിസ്റ്റൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ എന്താ ഈ ജയത്തിനെ ഈ ഒരു സമനിലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ചോദ്യത്തിൻ്റെ സെറ്റ് കഴിഞ്ഞപ്പോൾ അധികൃതർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഡച്ച് ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഡച്ച് ഫുട്ബോളിന് എൻ്റെ നന്ദി എന്ന് പറഞ്ഞിട്ട്. പണ്ട് 1983 ഹാൻസ് ഊഫ്റ്റ് എന്നൊരു കോച്ച് ജപ്പാനിൽ വന്ന് അവിടുത്തെ ഫുട്ബോളിന് ഇൻഫ്ലുവൻസ് ചെയ്തു വന്ന്. അപ്പോൾ അതിന് ഒരു നന്ദിയും കൂടി പറഞ്ഞിട്ടാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് ഈ ഹാൻസ് ഊഫ്റ്റാണ് ഈ മൊറിയാസുവിനെ നല്ലൊരു ഫുട്ബോളറാക്കി ഡെവലപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കോച്ചാവുന്നത്. അപ്പോൾ അതിലൊരു നന്ദിയും കൂടി പറഞ്ഞിട്ട്, അപ്പോൾ ഈ പറഞ്ഞ ജപ്പാൻ്റെ ഒരു കൾച്ചർ ആറ്റിറ്റ്യൂഡ് നമുക്ക് ആ ഒരു സംഭവം ഇന്നലത്തെ ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞപ്പോഴും ആ കോച്ചും അതൊരു കാണിച്ചിട്ടാണ് പോയത്. അല്ല, അത് അവരുടെ മറ്റേ ഗെയിമിൽ തന്നെ അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നന്നായിട്ട്, ഇപ്പോൾ ഈ ഔട്ട് ഓഫ് ഗെയിം പോലും അവരിങ്ങനെ കൾച്ചറും പോസിറ്റിവിറ്റിയും കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻസൈഡ് ദ ഗെയിം അത് ഭയങ്കര എവിഡൻ്റ് ആണ്. അതായത് അവരുടെ മൈൻഡ് സെറ്റ് ഒരിക്കലും ഡിപ്പായി പോകുന്നില്ല. പല ഏഷ്യൻ ടീമും നമ്മൾ കാണുന്നത്, നമ്മുടെ ഇന്ത്യ അടക്കം, ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ സംഭവിക്കുന്നത്, ആ ഒരു മെൻറ്റാലിറ്റി ഡിപ്പ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ സഫാൻക പറഞ്ഞൊരു സംഭവമാണ് റൊണാൾഡ് കോമാന് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞെന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് റൊണാൾഡ് കോമാന് പറഞ്ഞൊരു വാസ്തവമുണ്ട്. അതായത് ജർമ്മനിയും സ്പെയിനിനെയും വെല്ലുവിളിച്ച ടീമാണ് ജപ്പാന്. അപ്പം ജപ്പാനെതിരെയുള്ള മത്സരം ഒരിക്കലും സിമ്പിളാവില്ല എന്നുള്ളതാണ് റൊണാൾഡ് കോമാന് പറഞ്ഞിട്ടുള്ളത്. അത് ജപ്പാൻ തീർച്ചയായിട്ടും അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് നെതർലാൻഡ്സിലോട്ട് വരേണ്ടതുണ്ട്. എന്തായിരുന്നു നെതർലാൻഡ്സിൻ്റെ ഇന്നലത്തെ 2 ഗോളുകൾ ഫസ്റ്റ് അടിച്ചത്? അതായത് ഒരു റിട്ടാലിയേഷൻ വരുന്നതിൻ്റെ മുമ്പ് 2 ഗോളുകൾ അടിച്ചത് ഫസ്റ്റ് നെതർലാൻഡ്സ് ആണ് നീക്കം നടത്തിയത്. ഗോൾ അടിക്കാമെന്നുള്ള ഒരു സംഭവം നടത്തിയത് നെതർലാൻഡ്സ് ആണ്. പക്ഷേ എവിടെയാണ് നെതർലാൻഡ്സ് ഏർലി ആയിട്ട് ആ ഒരു വീണ്ടും ഒരു ഗോൾ അടിച്ചു, ഇനി ഒരു ലോ ബ്ലോക്ക് കളിക്കാം, അല്ലെങ്കിൽ ഉള്ള സാധനം ഡിഫെൻഡ് ചെയ്യാം. ഒരു പക്ഷേ ഇതുകൊണ്ടാവും അവർക്കറിയാം ജപ്പാൻ ഒരു ഈസി ടീമല്ല എന്നുള്ളത് കൊണ്ടാവാം മേ ബി. പക്ഷെ എവിടെയാണ് നെതർലാൻഡ്സിൻ്റെ ആ ഒരു എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയതെന്ന് പറയാൻ പറ്റില്ല. കാരണം ജപ്പാനെതിരെയുള്ള ടീമിനെതിരെ 2-2 എന്നുള്ള സമനില അവർ നേടിയെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ജപ്പാൻ ഇപ്പോൾ ഈ ഒരു ജപ്പാൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ജപ്പാൻ ഇന്നലെ കളിച്ചതും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കളിച്ചത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നെതർലാൻഡ്സ് വൈഡായിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്തു ജപ്പാൻ. അപ്പോൾ അവർക്കൊരു ഈ ഗ്രാവൻബർക്കും റെയിൻഡേഴ്സും ആ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഇടയിൽ ആ ഒരു സ്പേസിൽ ഉണ്ടാക്കാനുള്ള ഒരു ഇട അവർക്ക് കൊടുത്തില്ല. അങ്ങനെയാണ് ജപ്പാൻ ഫസ്റ്റ് ഹാഫിൽ കളിച്ചത്. അപ്പോൾ പിന്നെ ഈ റൊണാൾഡ് കോമാൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു ഫ്രീ കിക്സ്, ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ആൾ പ്ലേയിങ് ആയിരുന്ന സമയത്ത്. അതുകൊണ്ട് അദ്ദേഹം കോച്ചാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമും ഒരു സെറ്റ് പീസിൽ ബെസ്റ്റ് ആവാൻ അദ്ദേഹം എപ്പോഴും അതിനെ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ള പോലത്തെ പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അവർ സെറ്റ് പീസിന് വേണ്ടി ട്രൈ ചെയ്യും. അതുപോലെ തന്നെയാണ് വാൻഡൈക്കാണ് ആ ഗോൾ നേടിയത്. അപ്പോൾ ആ ഒരു ഗ്രാവൻബർക്കിൻ്റെ ഒരു ക്രോസ് വരുന്നു. അത് എനിക്ക് തോന്നുന്നു ജപ്പാൻ്റെ ചെറിയ ഡിഫൻസിൽ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനാണ് വാൻഡൈക്കിന് ചെറിയൊരു ഫ്രീ സ്പേസ് കിട്ടി, വാൻഡൈക്ക് അത് ഫിനിഷ് ചെയ്തത്. ആൻഡ് ദെൻ ജപ്പാനെ തിരിച്ചടിക്കുന്നു. ജപ്പാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാൻ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഫുൾ ബാക്ക് ഉണ്ട് നക്കമൂറയായിരുന്നു ഇന്നലത്തെ മാച്ചിൽ മൊറിയാസുവിൻ്റെ ആ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയർ. അദ്ദേഹം ആ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്നുള്ള രീതിയിലാണ് കളിച്ചത്. ഫുൾ ബാക്സിനെ ഈ ജപ്പാൻ എപ്പോഴും നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇന്നലെ നക്കമൂറ ഉള്ളിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വന്ന് ഒരു ഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോൾ നെതർലാൻഡ്സിന് മനസ്സിലായി ഇവരെ നമുക്ക് പേടിക്കണം, ലൈക്ക് അവർ തിരിച്ചടിക്കും എന്നുള്ള സംഭവം അവിടെ തെളിഞ്ഞു. ആൻഡ് ദെൻ സമ്മർവില്ലിൻ്റെ ഒരു ഗോൾ വരുന്നത്. സമ്മർവില്ല് ഈ ടീമിലേക്ക് വരുന്നത് തന്നെ മെംഫിസ് ഡിപ്പായി 100% ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അദ്ദേഹം വരുന്നു, ആ ഒരു ഗോൾ നേടുന്നു. നല്ലൊരു എന്താ പറയുക, കട്ടിങ് ചെയ്ത് ഒരു ബ്രില്യൻറ്റ് ഫിനിഷ് എന്ന് പറയാം നമുക്ക്.
ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആ ഗോളിൽ ഉണ്ടായിരുന്നു, ഫ്ലേവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഭയങ്കര ഒരു കഥകളെ സംബന്ധിച്ചാല് ലോകത്തെ ഏറ്റവും കൂടുതൽ ടാളസ്റ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ഉയരമുള്ള ആളുകൾ നെതർലാൻഡ്സ് ആണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അങ്ങനത്തെ ടീമുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ വൈഡ് ആയിട്ട് അറ്റാക്കിന് പോയിട്ട് അവരുടെ ആ ഒരു സെൻട്രൽ സ്ട്രൈക്കറിനെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ആ ഒരു ശൈലി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സെറ്റ് പീസുകൾ അവർ ട്രൈ ചെയ്തു, ബട്ട് അവർ ടോൾ സ്ട്രൈക്കർ അങ്ങനെ ഒരു സംഭവത്തിന് അവർ പോയില്ല. അവർ ഈ വിങ്ങേഴ്സിനെ വെച്ച് അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. ഗ്യാക്പോ സെക്കൻഡ് ഹാഫിൽ ഒരു റൺ നടത്തുന്നു, കട്ട് ബാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു. ദെൻ സമർവിലായാലും കട്ടിങ് ചെയ്ത് ഉള്ളിലേക്ക് വന്ന് ഷോട്ട് ചെയ്യുന്നു. ഗാക്പോ ലിവർപൂളിൽ യൂസ് ചെയ്യുന്ന അതേ സാധനം നിരന്തരമായിട്ട് ലെഫ്റ്റ് ഫ്ലാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലും ഇവരുടെ ആ ഒരു ശൈലി അങ്ങനെയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ ഈ ഒരു നിൽ എന്നുള്ള ഒരു സംഭവം വന്നപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡ് ഹാഫാണ് കളി ഒന്നും കൂടെ രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജപ്പാൻ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ്. അപ്പോൾ അവർക്കും മേ ബി ആവശ്യം ഉണ്ടാവുക നെതർലാൻഡ്സിനെ പോലത്തെ ഒരു ടീം പൊസഷൻ പിടിച്ച് കളിക്കണം എന്നുള്ളതാണ്. പക്ഷേ നെതർലാൻഡ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതർലാൻഡ്സ് എന്താണ് ഡിഫെൻസീവ്ലി ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ലോ ബ്ലോക്ക് കളിച്ചു കഴിഞ്ഞാൽ അത്രയും നേരം അവർക്ക് കോർഡിനേറ്റഡ് ആയിട്ട് ആ ഒരു ഡിഫൻസിന് ഒരു യൂണിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും എന്താണ് വെയിറ്റ് ചെയ്യുന്നത്, അവർ ബോൾ എടുക്കട്ടെ എന്നാൽ കൗണ്ടർ അറ്റാക്കിന് പോയി ബാക്കിലൊരു സ്പേസ് വരുമ്പോൾ ആ മൂവ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് അവിടെ അവർക്ക് സാധിക്കുന്നില്ല. അത് ജപ്പാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ വാൻഡൈക്കിൻ്റെ ഒരു ഗോൾ സ്കോർ ചെയ്തു, കാര്യങ്ങൾ ശരിയാണ്. പിന്നെ ജപ്പാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ അഡാപ്റ്റീവായി എന്നുള്ളതാണ്. അവർ കൗണ്ടർ അറ്റാക്കിന് അവർ ട്രൈ ചെയ്യുന്നില്ല. അവർ പിന്നീട് പൊസഷൻ നിലനിർത്തുന്നു, സ്വിച്ച് ചെയ്ത് കളിക്കുന്നു. ആൻഡ് പൊസഷൻ നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, ഒരു ക്യാവോസോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തിട്ടല്ല അവർ പെനാൾട്ടി ബോക്സിൽ പോയിട്ടോ അങ്ങനെയൊന്നുമല്ല അവർ ഗോൾ സ്കോർ ചെയ്യുന്നത്. അവർ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തമായൊരു പ്ലാനിൻ്റെ ബലത്തിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ടാക്ടിക്കൽ ഫ്രെയിംവർക്ക്. കാരണം നമുക്കറിയാം ഫസ്റ്റ് ഗോൾ ഇപ്പോൾ ഈ പറഞ്ഞ നക്കമൂറ, പേര് കറക്റ്റ് തന്നെയല്ലേ, ജപ്പാനീസ് പ്ലേയേഴ്സ് ആയിരുന്നു, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നക്കമൂറ ആ ഗോൾ സ്കോർ ചെയ്തത് ആൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഗോളാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. അത് നമ്മൾ ലെഫ്റ്റ് ഫ്ലാങ്കിലാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് റൈറ്റ് ഫ്ലാങ്കിലും വളരെ സിമിലറായിട്ട് അതിനോട് സാദൃശ്യമുള്ള അതേ മൂവ്മെൻറ്റ് റൈറ്റ് ഫ്ലാങ്കിൽ നടക്കുന്നുണ്ട്. അപ്പം ഇവർ ഒരു ടാക്ടിക്കൽ ഡിസൈൻ, ഇവർ ഫ്രെയിം വർക്ക് അത് ചെയ്തതിന് ശേഷമാണ്, അതായത് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അറിയാം നെതർലാൻഡ്സിൻ്റെ ഡിഫൻസ് ഈസി അല്ല ബ്രേക്ക് ചെയ്യാനെന്നുള്ളത് അറിയാം. എവിടെയാണോ മിസ്റ്റേക്ക്, ഒരു നെതർലാൻഡ്സിൻ്റെ മിസ്റ്റേക്ക് ഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന പോസിബിൾ മൂവ്മെൻറ്റ് എവിടെയാണെന്ന് അവർ കണ്ടെത്തുന്നുണ്ട്. അവിടെ അവരുടെ പേസ്, ആ ഒരു ട്രാൻസിഷണൽ അറ്റാക്കിൽ ആ പേസ്, ഒരു ടക്ക് എന്നുള്ള മൂവ്മെൻറ്റിൽ കാര്യം ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്നലെ ജപ്പാൻ നെതർലാൻഡ്സിന്റെ ഏരിയൽ ബോളുകൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ കളി കണ്ടപ്പം പറഞ്ഞൊരു കാര്യമാണ്, ജപ്പാൻ ഞാൻ പറഞ്ഞൊരു സംഭവമാണ്, ജപ്പാൻ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ റെഡി ആവില്ല എന്നുള്ളത്. പക്ഷെ അതും അവർ തിരുത്തി. കോണാക്കിക്കില് കമാഡയല്ല ഗോൾ അടിച്ചത്, ഒഗാവയുടെ ഹെഡർ കമാഡയുടെ തല തട്ടി പോയി. അവിടെ നമ്മൾ അവരൊന്ന് ചെറുതായിട്ടൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ്. നമുക്ക് ഈ ഡച്ച് ടീമിന്റെ ആ ഒരു ബാക്ക് ലൈൻ്റെ നെയിംസിനെ നോക്കി കഴിഞ്ഞാൽ വാൻ ഹെക്ക്, അത് തന്നെ വാൻഡം എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ്. സോ ആൻഡ് അവരുടെ ഇടയിൽ ഒഗാവ എന്ന പ്ലെയർ ഉയർന്നു ചാടി അവർ ഹെഡർ ചെയ്യുന്നുണ്ട്, ആ ഗോള് വരുന്നുണ്ട്. സോ അതാണ് എനിക്ക് ജപ്പാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻഡ് ആണ്. നമുക്ക് നോർമലി ഇപ്പോൾ സം അണ്ടർ ഡോഗ് ടീം ജയിക്കുന്ന പോലെ എല്ലാവരും ജയിച്ചത്. അവർക്ക് എന്താണ് ആ ഒരു മാച്ചിൽ എന്താണ് വേണ്ടത് എന്നതനുസരിച്ച് അവർ കളിശൈലി മാറ്റുന്നു. മറ്റേത് ജസ്റ്റ് സിറ്റ് ബാക്ക് ചെയ്യുന്നു, ദെൻ ജസ്റ്റ് മീൻസ് ദാറ്റ്സ് ഓൾസോ ബിഗ്, ബട്ട് സ്റ്റിൽ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു നോർമൽ അണ്ടർ ഡോഗ് ടീം ജയിക്കുന്ന പോലെയല്ല. അവർ ജസ്റ്റ് ദേ ഹാഡ് എ പ്ലാൻ ആൻഡ് ദേ എക്സിക്യൂട്ടഡ് എന്ന് പറയില്ലേ. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവരുടെ ഡിഫൻസ് നീങ്ങുന്ന ആ ഒരു മൂവ്മെന്റ്, ഒരു പെൻഡുലം എഫക്റ്റ് എന്നൊക്കെ പറയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായത് അവരുടെ ആ കോർഡിനേഷൻ ആ ഡിഫെൻസിൽ തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഡിഫെൻഡിങ് ചെയ്യുമ്പോൾ ഫുട്ബോളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടും ഈസി ടാസ്ക് അല്ല. ഏറ്റവും കൂടുതൽ വിയർത്തു പോകുന്നത് ഡിഫെൻസീവ് അല്ലെങ്കിൽ ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമും. കാരണം അത്രയും നേരം ആ ഒരു മൊത്തത്തിലുള്ള ആ ഡിഫെൻസിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഈസി അല്ല. അപ്പോൾ അവിടെയും കാണുന്ന ഇവരുടെ ഒരു മെന്റാലിറ്റിയാണ്, ഇവരുടെ ടീം സ്പിരിറ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു കൾച്ചറിന്റെ കൂടി ഭാഗമാണ്. പങ്കുവെക്കൽ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ജപ്പാനീസ് കൾച്ചറിന്റെ ഭാഗമാണ്. അതൊരു ഫുട്ബോളിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഓടി എന്താ പറയുക പ്രഷറാക്കുക എന്നൊക്കെ പറയില്ലേ എതിർ ടീമിനെ. അതായത് പ്രഷർ തങ്ങളിലേക്ക് ആവാഹിച്ചിട്ട് മറ്റു പ്ലേയേഴ്സിന് ഓടാനുള്ള ഫ്രീഡം കൊടുക്കുക. ഇങ്ങനൊരു
ടീം ഗെയിമാണ്. അത് നമ്മൾ കഴിഞ്ഞ ലോകകപ്പിലും കണ്ടാണ്, ജർമ്മനിയൊക്കെ പൊട്ടിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് നെതർലൻഡ്സും ജപ്പാനും കമ്പയർ ചെയ്താൽ നെതർലൻഡ്സ് ബഹുദൂരം മുന്നിലായിരിക്കും. പക്ഷേ ഈ 11 പേര് ഒരേ സ്പിരിറ്റിൽ വിജയിക്കണം എന്ന് വിചാരിച്ച് കളിക്കുമ്പോൾ ജപ്പാൻ ഇനിയുള്ള മത്സരങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക്. ഇന്നലെ വേറൊരു സംഭവം കൊണ്ട് അതായത് ഡച്ച് ടീമിൽ 50 വർഷത്തിൻ്റെ ആദ്യമായിട്ട് ഡച്ച് ടീമിൽ ഒരു ഫസ്റ്റ് 11 ഒരു അവരുടെ ലീഗിൽ ഡച്ച് ലീഗിലെ പ്ലെയർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജപ്പാൻ ടീമിൽ 2 ഡച്ച് ലീഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഹാവ് ദറ്റ് കണക്ഷൻ. അവർക്ക് ആ ഡച്ച് ഫുട്ബോളായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അവർക്കത് അറിയാന്നുള്ളതാണ് ഫാക്ടർ. അതുതന്നെയാണ് ജപ്പാൻ്റെ ആ ഒരു ഫാക്ടർ അതുതന്നെയാണ്. അപ്പോൾ ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരത്തിൽ നമുക്ക് ഒരുപാട് ഫ്രം ദി ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ് സംഭവം എന്ന് പറയുന്നത്. സോ യെസ്, ജപ്പാൻ ഇനിയും ഒരുപാട് ഈ ഒരു ഗ്രൂപ്പ് മാച്ചിൽ ഇനിയും പെർഫോമൻസ് കാഴ്ചവെക്കും. റൗണ്ട് ഓഫ് 16 മാത്രമേ. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ഗ്രൂപ്പാണ്. സ്വീഡൻ ആൻഡ് ടുണീഷ്യ. സോ നെതർലാൻഡ്സിന് ഇനിയുള്ള മാച്ചസും അത്ര എളുപ്പമല്ല. ബട്ട് നെതർലാൻഡ്സ് ദേ ഹാവ് ദ സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ബെഞ്ചിൽ നിന്ന് വന്ന് ഒരു ഗോൾ ഇൻസ്പയർ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിനൊരു മുൻതൂക്കം ഓൾറെഡി എപ്പോഴും ഉണ്ടായിരിക്കും.